ഹലോ ഗായ്സ്, മെറി ക്രിസ്മസ്. ക്രിസ്മസ് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എൻ്റെ ക്രിസ്മസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പാതിരാത്രി സീനാണ് കേട്ടോ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ബ്രേക്കിന് വന്നപ്പോൾ എടുത്തൊരു ഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ രാവിലെ 7:30 മണിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വെളിച്ചമാണ് ഇവിടെ, കണ്ടായിരുന്നോ? ഇപ്പോൾ സമ്മറാണ്. അപ്പം രാവിലെ ഒരു 6 മണിക്ക് മുന്നേ തന്നെ നേരം നന്നായിട്ട് വെളുത്ത് തുടങ്ങും. അപ്പോൾ ബാക്കി ക്രിസ്മസ് വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. നൈറ്റ് കഴിഞ്ഞപ്പോൾ ആകെ അങ്ങ് ടയേർഡായിരുന്നു. കണ്ടില്ലേ, കണ്ണ് പോലും തുറക്കാൻ വയ്യ എനിക്ക്. എന്നാലും വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് റീൽസായിട്ട് അപ്ലോഡ് ചെയ്ത് ഒരു കുളിയും പാസ്സാക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഏകദേശം ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ചുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാം എത്താൻ തുടങ്ങി. അധികം ആൾക്കാരാരുമില്ല, ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. കുഞ്ഞുണ്ണിയും ധനിക്കുട്ടിയും വന്നപ്പോൾ തന്നെ പന്തൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ അഞ്ജനയുണ്ട്, അനീഷയുണ്ട്, സേതു ഉണ്ട്, ചേട്ടായും കിരണും ദേ ഫുഡുമായിട്ടെത്തി. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാനും ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഇവിടെ തുടങ്ങിയായിരുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് പ്രൈവറ്റായിട്ട് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒത്തിരി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പം അവരിൽ ഒരാളുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത്. നല്ല അങ്കമാലിയും മാങ്ങാക്കറിയും തോരനും ബീഫ് റോസ്റ്റും പോർക്കും ബിരിയാണിയും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. What we got? Biryani. What do we have? Okay, then what do we have? കുഞ്ഞുണ്ണി പ്രൊഫസറെ കാരണം ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര കളക്ഷൻ തരല ആശാൻ്റെ പണി. ശരിക്കും നമ്മുടെ ബെസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ചിന് ശേഷമാണ്. ഇത് നമ്മൾ അയച്ചു കൊടുക്കാനല്ല, നമുക്ക് മറ്റേ വൃത്തിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പൊടിക്കയറ്റാം. ഈ വൈ ആണ് സാധാരണ ക്രിസ്മസിന് ഇങ്ങനെ ക്രിസ്മസ് പാട്ടൊക്കെയാണ് പാടുന്നത്. നമുക്ക് മറ്റേ ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ, മതാകിനിയുണ്ടാകുമോ, ചിന്താമരേ സീരിയസ് ആയിട്ട് പാടുന്നു രണ്ടുപേര്. കരോക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഹരിച്ചേട്ടൻ കമ്പോസ് ചെയ്ത കരോക്കെ പാടി ചേട്ടൻ തന്നെ അയച്ചു കൊടുത്താലോ എന്ന് ഒരു ഐഡിയ എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അന്നവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇന്ന് നീലത്തുരുത്തില് നീർപ്പരപ്പില് നിഴലിലും അമ്പിളിക്കലയ്ക്കുള്ളില് ആവ കുഞ്ഞനോ, ആവക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊഴുക്കുള്ളൊരാ ചെറുക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വെട്ടി
അത് മാത്രമല്ല കേട്ടോ, എന്നിട്ട് ഞങ്ങൾ ലൈവായിട്ട് ചേട്ടനെ വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത് ചേട്ടനെ കേൾപ്പിക്കുകയും കൂടെ ചെയ്തു. ചേട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ചേട്ടൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചെയ്തതാ. പക്ഷേ എന്നാലും ആ ഒരു പ്രത്യേക ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതിലും ചേട്ടൻ അതിലൊത്തിരി ഹാപ്പി ആവാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ ഞങ്ങൾ നല്ല കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത കേട്ടോ. പിന്നെ അഞ്ജനയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പിരിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് രജീഷിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്ത ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഞാൻ കേക്കും വാങ്ങിയിട്ട് എൻ്റെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി. കങ്കാരുവിനെ കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. അപ്പോൾ നമുക്ക് കാങ്കരൂസിനെ കാണാം കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയയിൽ ഒത്തിരി എന്തുവാണ് നമുക്ക് കങ്കാരൂസിനെ കാണാൻ പറ്റും. ഞാനിവിടെ വന്നിട്ടൊരു 7-8 മാസമായെങ്കിലും വളരെ ദൂരെ നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിനെ എനിക്ക് വളരെ അടുത്ത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി കങ്കാരു നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. സംഭവം ആളിതേ എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽപ്പുണ്ട്. അടുത്തോട്ട് പോകാൻ ചെറിയ പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. എൻ്റെ പൊന്നോ, എന്തുമാത്രം കങ്കാരൂസ് അവിടെ ഉണ്ടായിരുന്നെന്നറിയോ. അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ആ ഒരു ഗ്രൗണ്ടിലാണ് ഇവരെ കണ്ടത്. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര മാത്രമൊന്നും അല്ല, കുറച്ചും കൂടെ അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ കങ്കാരൂസിനെ കാണാൻ പറ്റും എന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെ എന്തുവാണ് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് എന്താ കുഞ്ഞാ ക്രിസ്മസ് ആയിട്ട്? ലഗോ. ആരാ കൊണ്ടുവന്നേ? സെബാസ്റ്റ്യൻ. എങ്ങനെയുണ്ട്? നല്ല. ഇഷ്ടപ്പെട്ടോ? ഔട്ട് ഓഫ് 10? 9. Actually 10. വേറെ എന്താ കൊണ്ടുവന്നേ? ഈ ലിൻഡലെറ്റ് സാന്റാസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഹായ്, അടിപൊളി. ഹലോ. അപ്പോൾ ഇപ്പം രാത്രി 9 മണി ആവാറായി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.